ശേഷം കടന്ന എല്ലാ ദൈവമക്കൾക്കും കുഞ്ഞുങ്ങളും വേവനതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സ്പെഷ്യൽ പ്രോഗ്രാം. ആദ്യത്തെ പാട്ട് ഞാനാണെങ്കിൽ ഒരു വാക്യം പറയും. ആ വാക്യത്തിനകത്ത് ഒരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ട്. ചിലപ്പം കഴിക്കുന്ന സാധനത്തിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു പുഷ്പത്തിന്റെ പേരായിരിക്കും. അത് ഏതാണെന്ന് ഞാൻ പറയാം, നിങ്ങൾക്കത് കണ്ടുപിടിച്ച് പറയണം. ആദ്യത്തെ ഞാൻ വായിക്കാം. നിങ്ങൾ ബൈബിൾ തുറന്ന് വാക്യം നോക്കി, കുഴപ്പമില്ല. 2 ദിനവൃത്താന്തം 9:13 വാക്യം. സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ ശലോമോന് ഓരോ ആണ്ടിൽ വന്നിരുന്ന പൊന്നിന്റെ തൂക്കം 666 താലന്തായിരുന്നു. ഞാൻ പറയട്ടെ, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒരു കഴിക്കുന്ന പലഹാരത്തിന്റെ പേരാണ്. കഴിക്കുന്ന പലഹാരത്തെ സഞ്ചാര വ്യാപാരികളും കച്ചവടക്കാരും കൊണ്ടുവന്നത് കൂടാതെ. നിങ്ങൾ ബൈബിൾ വാക്യം വായിച്ചോ? 2 ദിനവൃത്താന്തം 9:13. കഴിക്കുന്ന ഒരു പലഹാര സാധനത്തിന്റെ പേര് അതിലുണ്ട്. കഴിക്കുന്ന ഒരു പലഹാര സാധനത്തിന്റെ പേര് അതിൽ അടങ്ങിയിട്ടുണ്ട്. പറയട്ടെ ആൻസർ? വട. കച്ചവടക്കാരും. എല്ലാരും അത് കോമൺ ആയിട്ടാ പറഞ്ഞത്. ഇനി അടുത്ത രണ്ടാമത്തെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. സങ്കീർത്തനം 14:2. ഇതിലൊരു മൃഗത്തിന്റെ പേരടങ്ങിയിട്ടുണ്ട്. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ പറയാം. പുറപ്പാട് 16:33 വാക്യം. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഇതിൽ ഒരു അവയവത്തിന്റെ പേര് അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഒരു അവയവത്തിന്റെ പേര്. പുറപ്പാട് 16:33. പറഞ്ഞു. അനില. അല്ല. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി. ഇനി അടുത്ത 4. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. പുറപ്പാട് 15:13. ഇതിലൊരു മരത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ശരിയാ. എനിക്ക് നിന്നോടൊരു നിയമം ഉണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഉൽപ്പത്തി 14:4. ഇതിലൊരു മരത്തിന്റെ പേരാ. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. സോറി 17:4. ജാതി പറഞ്ഞു. കല്ലുകൊണ്ട് എനിക്കൊരു യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്. പുറപ്പാട് 20:25. ഇതില് ഒരു പുഷ്പത്തിന്റെ പേരുണ്ട്. പറഞ്ഞാദ്യം. ഇനി അടുത്ത. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് 20:6. ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഇതും മരത്തിന്റെ പേരാ. ഇല്ല. പന. പന. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ. ഇനിയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിലെ ഒരു സംഭവം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അത് നിങ്ങൾ ഏത് പുസ്തകത്തിലാ ഏത് അധ്യായത്തിലാന്ന് പറഞ്ഞാൽ മതി. റെഫറൻസ് പറയണ്ട, ബൈബിൾ തുറന്ന് നോക്കാൻ കുഴപ്പമില്ല. തേജസ്സിന്റെ വാടാത്ത കിരീടം ഏത് പുസ്തകമോ ഏത് അധ്യായം?
അല്ല, വെളിപ്പാട് ഏത് അധ്യായം എന്ന് പറ. വെളിപ്പാടിലല്ല, അത് കൃത്യമായിട്ട് വേറെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്, വേറെ പുസ്തകത്തിൽ. പത്രോസ് എത്രാന്ന് പറ അധ്യായം? ഒന്ന് പത്രോസ് അല്ല, അധ്യായം മാത്രം പറഞ്ഞാൽ മതി. 5 പറഞ്ഞു, ഭാവിച്ചാൻ പറഞ്ഞു. 1 പത്രോസ് 5:4 കിടപ്പുണ്ട്, അതേപോലെ തന്നെ. ഇനി അടുത്ത ആഗാറിന്റെ കരച്ചിൽ. പറഞ്ഞോ, ഏത് അധ്യായമാണെന്നും കൂടെ പറഞ്ഞാൽ മതി. ആഗാറിന്റെ കരച്ചിൽ അധ്യായം ഏതാന്ന് പറ. ഉൽപ്പത്തിയാ? പതിനാറിന്റെ ഒന്നോ? ഇരുപത്തൊന്നിനകത്തല്ല, ഓക്കെ ഓക്കെ, അത് ഓക്കെ. 16 പറഞ്ഞു, ഇവിടെ ഭാവിച്ചാൻ പറഞ്ഞു. ഇനി അടുത്ത യഫത എന്ന വാക്ക് സുവിശേഷത്തില് അല്ലല്ല, ഏത് അധ്യായത്തിലാന്ന് പറ. ഏത് പുസ്തകം, ഏത് അധ്യായമാണ്? മാർക്ക്, അതാ ഏത് അധ്യായമാണ്? ഇല്ല, അത്രയൊന്നും ഇല്ല അച്ഛാ. പറയട്ടെ, 7. ഇനി ഞാനൊരു പാട്ടിന്റെ ഇടയ്ക്കലത്തെ ഒരു വരി പാടും, അത് അതിന്റെ ആദ്യത്തെ ലൈൻ ഏതാ വെച്ചാൽ നിങ്ങൾ പറയാം. ഒരു തമിഴ് പാട്ടാ. എന്നെന്ന തുമ്പം വന്നാലും ഞാൻ കലങ്കിടവേ മാട്ടേ. അല്ലല്ല, അല്ല, പാട്ടിന്റെ ആദ്യത്തെ ലൈൻ പാടാൻ. യാരെന്ന് சொன்னாலும் ക്രിസ്തുക്കൾ വാഴും നിനക്ക്. ഷേർലി ക്രിസ്തുക്കൾ വാഴും ക്രിസ്തുക്കൾ വാഴും എനക്ക്, അതാ സോങ്. ഇനി നെക്സ്റ്റ്, ആരുണേനോദിച്ചുയർന്നീശീതിയാൽ. അല്ലല്ല, അതിരാവിലെ ഇവിടെ പറഞ്ഞു. അപ്പാവും നീരേ എന്നും. ഇനി കഴിഞ്ഞു. അല്ല, അപ്പാവും നീരമ്മ എൻ കൂടവേ ഇരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തെന്തു ഭാഗ്യമേ സന്തതം